ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ന്യൂട്ടല്ല ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ട്. നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്ന അതേ സെയിം ടേസ്റ്റിലുള്ള ഐസ്ക്രീം റെഡിയാക്കി എടുക്കാൻ പറ്റും. സെയിം സ്ട്രക്ചർ, സെയിം ടേസ്റ്റാണ് കേട്ടോ. അതിന് ഞാൻ ഗ്യാരണ്ടി ആണ്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണ്, ആദ്യമായിട്ട് കാണുന്നവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലെന്ന് പറയുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. 1/2 കപ്പ് മതി. 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാലിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടൻസ്ഡ് മിൽക്ക് 1/4 കപ്പ് എടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ എവാപ്പറേറ്റഡ് മിൽക്കോ അല്ലെങ്കിൽ നല്ല ഗട്ടിയുള്ള പാലോ കിട്ടുകയാണെങ്കിൽ ഫ്രഷ് ക്രീം വേണ്ട കേട്ടോ. ഫ്രഷ് ക്രീം ഒരു 1/4 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐസ്ക്രീമിന് കുറച്ചും കൂടി കൊഴുപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ന്യൂട്ടല്ലയാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് ന്യൂട്ടല്ല എടുക്കുന്നുണ്ട്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ന്യൂട്ടല്ല എടുക്കാം കേട്ടോ. കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ന്യൂട്ടല്ലയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിലോട്ട് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമിന് ഓൾറെഡി മധുരം ഉള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ മധുരം ചേർത്ത് കൊടുക്കണം എന്നില്ല. നിങ്ങൾക്ക് ഫിയോണയ്ക്ക് പകരം അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതിനനുസരിച്ചിട്ട് 1 കപ്പോ മറ്റോ മധുരം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ഞാനൊരു 4 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഈ ഒരു പരുവം ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. കൂടുതലായിട്ട് സ്റ്റിഫ് പീക്സ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിലോട്ട് പാലൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിനേക്കാളും കൂടുതൽ കട്ടിയാവുകയില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മൾ നല്ലതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഉണ്ടാവുമല്ലോ, നല്ല അടപ്പുള്ള കണ്ടെയ്നറിൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ച് വെക്കണം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. ഞാനിവിടെ ഒരു 12 മണിക്കൂർ തണുപ്പിച്ചെടുക്കുന്നുണ്ട്. മിനിമം ഒരു 8 hours എങ്കിലും ഫ്രീസറിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു 12 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്തതാണ്. ഇപ്പോൾ ദാ കണ്ടില്ലേ, നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം. സ്കൂപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൂപ്പറിൽ സ്കൂപ്പ് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തവിയിലോ സ്പൂണിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ സ്കൂപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു ഐസ്ക്രീമാണ് കേട്ടോ. ഇത് കിഡിലൻ ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. നമുക്ക് ഷോപ്പിൽ നിന്നും വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റും സ്ട്രക്ചറും ഒക്കെയാണ് കേട്ടോ. ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുക. കാരണം കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടും തന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ ക്രീം വെച്ചിട്ട് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ. ഇനി ഇത് ഗാർണിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒന്നും ഇട്ടില്ലെങ്കിലും. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ കിഡിലൻ ഐസ്ക്രീമിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിന് മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ, സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.